ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ. 1ാമത്തെ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾ കമൻറ്റ് ഇടുന്നത് ഞാൻ വായിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ തിരിച്ചും കമൻറ്റ് ഇടുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ 2ാമത്തെ ചാപ്റ്ററാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേപോലെ മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ആണോ നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ അതിൻ്റെ നോട്ട് നിങ്ങളങ്ങ് എഴുതിയെടുക്കണം. ഓക്കെ, നോക്കിക്കേ. എവേ ഫ്രം ഡിസീസ് എന്നാണ് 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അതായത് വ്യാധികൾ പടരാതിരിക്കാൻ കേട്ടോ. ഓക്കെ, 1ാമത്തെ ചോദ്യം നോക്കി. വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ഫീവർ എന്നാണ് 1ാമത്തെ ചോദ്യം. അത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിൻ്റെ നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കണം കേട്ടോ. ഒരു കോൺവെർസേഷനാണ്, ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണ് പറയുന്നത്. എന്നിട്ട് ഈ ഡോക്ടർ ഈ രോഗിയെ പരിശോധിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ്, അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പനിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ? ഇത് ഈ കുട്ടിക്ക് വൈറൽ ഫീവറാണ്, ഇത് പകരുന്ന പനിയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടർ ഈ പേഷ്യൻറ്റിനോട് ചോദിക്കുന്നതാണ്. ആ പിക്ചറാണ് നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ ടെസ്റ്റിൽ കിടക്കുന്നത്. ഞാൻ അത്രയും കാണിച്ച് സമയം കളയുന്നില്ല കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ എല്ലാം കൈ ടെസ്റ്റ് കിട്ടി കാണും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളത് എടുത്ത് വെച്ചിട്ട് വേണം ഇത് പഠിക്കാൻ കേട്ടോ. അപ്പോൾ എന്താണ്, ഒരു കോൺവെർസേഷനാണ്. ഡോക്ടറും അമ്മയുടെ കയ്യിലൊരു കുഞ്ഞിരിപ്പുണ്ട്, കാണുന്നുണ്ടോ? ആ പിക്ചർ നോക്കണേ, മടി കുഞ്ഞിരിപ്പ്. അപ്പോൾ ആ ഡോക്ടർ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും പനിയുണ്ടോ? അപ്പം അമ്മ തിരിച്ചു പറയുന്നുണ്ട്, ഉണ്ട്, എനിക്കും ഉണ്ട്, ഇവൻ്റെ സിസ്റ്ററിനും പനിയുണ്ട് ഡോക്ടർ എന്ന് പറയുന്നതാണ്. ഇതാണ് ഫസ്റ്റ് കോൺവെർസേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ഫീവർ? പനിയുടെ കാരണം എന്തെല്ലാം ആയിരിക്കും? നോക്കൂ നിങ്ങളെ, ഈ പനിയുടെ കാരണം എന്തെല്ലാം ആയിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ആ രോഗമുള്ള സഹോദരിയിൽ നിന്നോ അമ്മയിൽ നിന്നോ ആണ് പനി ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഷീ ഗോട്ട് ഇറ്റ് ഫ്രം സിസ്റ്റർ ഓർ മദർ ഹു ഹാഡ് എ വൈറൽ ഡിസീസ്. ഈ പകരുന്ന പനി ആരിൽ നിന്നാണ്? ആ രോഗമുള്ള സഹോദരിയിൽ നിന്നോ അല്ലെ അമ്മയിൽ നിന്നോ ആണ് ഈ കുഞ്ഞിനും കിട്ടിയിരിക്കുന്നതെന്നാണ് ആ ഡോക്ടർ പറഞ്ഞതാണ് നമ്മുടെ 1ാമത്തെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ഡിസീസ് യു നോ. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്കിപ്പോൾ എത്ര 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ 9 വയസ്സ് 10 വയസ്സൊക്കെ ഉണ്ട് അല്ലേ. നിങ്ങൾക്കറിയാവുന്ന ഒരു 5-6 രോഗങ്ങളുടെ പേര് പറയാം. രോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഡിസീസസ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് നമുക്കറിയാവുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അറിയാവുന്ന എഴുതി വെച്ചാൽ മതി. നോക്കിയേ, ഡെങ്കിപ്പനി, ഡെങ്കുപ്പനിയൊക്കെ ഇടയ്ക്ക് ഓർമ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ വൈറൽ പനിയുണ്ട്, വയറുവേദന എന്ന് വെച്ചാൽ സ്റ്റൊമക്ക് പെയിൻ ഉണ്ട്, വയറുവേദന മിക്കവാറും ഉള്ള കുട്ടികൾക്കെല്ലാം വയറുവേദന ഇല്ലേ. അതുപോലെ കോളറ. നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം എഴുതി വെച്ചാൽ ഇവിടെ ഞാനൊരു 4 എണ്ണം കൊടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, നോക്കിക്കേ. അടുത്ത് നിങ്ങളോട് ചോദിച്ചത് എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് കേട്ടോ നിങ്ങളെ. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ? ഇവിടെ ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ പകരുന്ന രോഗങ്ങൾ. നിങ്ങളെ പകരുന്ന രോഗങ്ങളാണ്. നോക്കിക്കേ, ഇവിടെ ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. പകരുന്ന രോഗങ്ങളും ഇത് പകരാത്തവയും. അത് അടുത്തതിൽ എഴുതിയത് കൊണ്ടാണ് ഞാൻ എഴുതാൻ കേട്ടോ. പകരാത്തതും പകരുന്ന രോഗങ്ങൾ. നോക്കൂ നിങ്ങളെ, ഡെങ്കു ഫീവർ, വൈറൽ ഫീവർ, COVID-19, മലേറിയ, HIV, കോളറ, ഇതെല്ലാം നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിക്കേ, ഡെങ്കിപ്പനി, വൈറൽ പനി, കോവിഡൊക്കെ നമുക്കറിയാമല്ലേ പകരുന്നതാണോ അല്ലയോ എന്ന് ഒറ്റയടിക്ക് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റത്തില്ലേ കുഞ്ഞുങ്ങളെ? കോവിഡ് പകരുന്നതാണെന്ന് തോന്നുന്നില്ലേ? നമ്മൾ 2-3 കൊല്ലം സ്കൂളിൽ പോകാതൊക്കെ ഇരുതയല്ലേ. അപ്പോൾ ഡെങ്കു ഫീവർ, വൈറൽ ഫീവർ, COVID-19, മലേറിയ, HIV, കോളറ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോളറയുടെ മലയാളം മഞ്ഞപ്പിത്തം എന്നാണ് കേട്ടോ. ഞാൻ ഇച്ചിരി മേളിൽ കയറ്റി എഴുതുന്നേ ഉള്ളൂ, കാണുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഇത് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പകരാത്ത രോഗങ്ങൾ ഏതാവും നിങ്ങളെ? ക്യാൻസർ ഒരിക്കലും പകരുന്ന രോഗമല്ല കേട്ടോ. ക്യാൻസർ, അതുപോലെ ഡയബറ്റീസ്. മിക്കവാറും ഉള്ളവർക്ക് പറയാം എനിക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് വെച്ചാൽ പ്രമേഹം എന്നാണ് കേട്ടോ, പ്രമേഹം. പിന്നെ സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന ആർക്കെങ്കിലും പകരുന്ന രോഗമാണോ? അല്ല, ഇല്ലയോ? സ്കൂളിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴോ അല്ലെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോഴോ ഉള്ള ഒരു അസുഖം അല്ലേ. ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം, അതും പകരുന്ന രോഗമല്ല എന്ന് വെച്ചാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല. ആസ്മ, പിന്നെ
എന്താണ് അത് നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പാർക്കിൻസൺസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാവുന്ന 5 എണ്ണം ചെറുത് നോക്കി ഞാൻ എഴുതാവും. നിങ്ങളെ എപ്പോഴും ഏറ്റവും എളുപ്പമുള്ളതും ഇതിനകത്തിലൊക്കെ വലിയ രോഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്പെല്ലിങ് നിങ്ങൾക്ക് തെറ്റുന്നത് കൊണ്ട് ചെറുത് നോക്കി എഴുതി വെച്ചതാണ്. ഇത് നിങ്ങൾ നല്ലപോലെ നോക്കി പകരുന്നത് ഏതാണ് പകരാത്ത ഏതാണ്, അതായത് കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ നിങ്ങളെ. അതുകൊണ്ട് ചെറുത് നോക്കി ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നു. അപ്പം നിങ്ങൾ ഈ 3 എണ്ണവും പഠിക്കുമല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത് നോക്കിയേ, നമ്മൾ പറഞ്ഞു എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു അല്ലേ. കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ വേറൊരു പേരാണ് എന്നുവെച്ചാൽ പകരുന്ന രോഗങ്ങൾ അല്ലേ, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ, അതും അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്താണ് ഈ സാംക്രമിക രോഗങ്ങൾ, അല്ലെ പകരുന്ന രോഗങ്ങൾ, അല്ലെ പകർച്ചവ്യാധികൾ എന്നാൽ എന്ത്, ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം. ഏത് ചോദിച്ചാലും എന്താ നിങ്ങളെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ, അതും അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അടുത്ത അങ്ങനെയാണെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ എന്താ, പകരാത്തത്. അത് എന്താ, ഈ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് അതിൻ്റെ അകത്തുള്ളൊരു നോട്ട് കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, എളുപ്പ വഴിയാണ്. എന്ന് വെച്ചാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്തതിനെയാണ് എന്ത് പറയുന്നത്, നോൺ കമ്മ്യൂണിക്കബിൾ. അതുമ്പോൾ നമ്മൾ എക്സാമ്പിൾ ഉൾപ്പെടെ പറഞ്ഞതാണ്, പകരുന്ന രോഗവും പകരാത്ത രോഗവും. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്താ, പാൻഡമിക് എന്ന് വെച്ചാൽ എന്താണ്, പാൻഡമിക് എന്ന് വെച്ചാൽ മഹാമാരികൾ. ഇതൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മഹാമാരികൾ. എന്താ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കി കഴിഞ്ഞാൽ, വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ് ആൻഡ് അഫക്റ്റ് യു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇറ്റ് ഈസ് കാൾഡ് എ പാൻഡമിക്. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ഈ പകരുന്ന രോഗങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ധാരാളം ആളുകളെ അത് ബാധിക്കുകയും ചെയ്യുന്നതിനെയാണ് മഹാമാരികൾ അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കോവിഡ്, എവിടെ കിടന്ന കോവിഡാവും നിങ്ങളെ, COVID-19 എന്ന് പറയുന്ന രോഗം എവിടെ കിടന്നതാ, അത് വന്ന് എന്താണ് നമ്മളിലും വന്നിട്ട് പോയി കാണും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളെ എന്ത് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എത്ര സഹിക്കാൻ വയ്യാത്ത, ഇപ്പോൾ വസൂരി, നമ്മൾ ചിക്കൻ ബോക്സ് പറയത്തില്ലേ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മുഖഭാവങ്ങളെ എല്ലാം മാറിപ്പോകും അല്ലേ, ചിക്കൻ ബോക്സ്. അതുപോലെ ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. ഈ വസൂരി, ചിലടത്ത് മസൂരി എന്നൊക്കെ പറയുന്നത് വസൂരിയാണ്. സ്മാൾ പോക്സ്, ട്യൂബർകുലോസിസ് എന്നാണ് ക്ഷയത്തിൻ്റെ മലയാളം കേട്ടോ. ട്യൂബർകുലോസിസ്, ക്ഷയം. അതുപോലെ തന്നെ പ്ലേഗ്, പിന്നെ COVID-19 ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് പാൻഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ നിങ്ങളെ, നമുക്ക് എന്താ സഹിക്കാൻ വയ്യാത്തതിലും അപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് പെട്ട് കഴിഞ്ഞാൽ 100-ൽ 90% ആൾക്കാർക്ക് എന്താണ് ഇത്, ഇപ്പോൾ കോവിഡ് തന്നെ വന്നപ്പോൾ കണ്ടില്ലേ, അതെന്ന് വെച്ചാൽ അത്ര കടുത്തതാണ്. പകരുന്ന രോഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ, അതിപ്പോൾ കോവിഡ് കേൾക്കുമ്പോഴേ നമ്മളറിയാം അല്ലേ, ഇവിടെ കിടന്ന കോവിഡ് ഇനി വരെ വന്നത് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ധാരാളം ആളുകളെ അത് ബാധിക്കുകയും ചെയ്യുന്നതിനെ എന്താ പറയുന്നത്, പാൻഡമിക്. ഇനി അത് മറക്കുമോ നിങ്ങളെ, പാൻഡമിക് എന്ന് വെച്ചാൽ മഹാമാരികൾ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പനി പോലെയല്ല അത് വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ. ഓക്കെ ആണല്ലോ കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ, പാൻഡമിക്, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ കമ്മ്യൂണിക്കബിളിൻ്റെ എക്സാമ്പിൾ അറിയണം, നോൺ കമ്മ്യൂണിക്കബിളിൻ്റെയും എക്സാമ്പിൾ അറിയണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങളെ, എന്താണ് ഈ പാത്തോജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തയാണ് പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗകാരികൾ. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണം എന്താണ്, നമ്മൾ ഈ പകർച്ചവ്യാധികളുടെ കാര്യം പറഞ്ഞല്ലോ, ഇത് രോഗങ്ങൾക്ക് കാരണം എന്താണ്, ഇത് വരാനുള്ള കാരണം എന്താവും നിങ്ങളെ, മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. We cannot see them with our naked eyes. They are called pathogens. എന്ത് ഈ പാത്തോജൻസ്, പാത്തോ നോക്കുകയെന്നൊന്നുമല്ല കേട്ടോ, പാത്തോജൻസ്. ഇനി ചില വാക്കുകളൊക്കെ നിങ്ങൾ ഇനി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പാത്തോജൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ടീച്ചർ ഇരുന്ന് പാത്തോജൻസിനെ കുറിച്ചിട്ട് പാത്ത് കളിക്കുക എന്തോ ഇല്ല അമ്പസാറ്റ് വല്ലോ ആണെന്നൊന്നും അല്ല കേട്ടോ. പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗകാരികൾ. എന്താ നോക്കിക്കേ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ മൂലമാണ് പകർച്ചവ്യാധികൾ നമുക്കുണ്ടാകുന്നത്. ഇത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിനാൽ ഈ ഇതിന് പറയുന്ന പേരാണ് രോഗകാരികൾ എന്ന് വിളിക്കുന്നത്. എന്തോ ഞങ്ങളെ, അതായത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്ര എന്താ
വൈറസുകളും ഫംഗസുകളും ബാക്ടീരിയകളും നമുക്ക് മുന്നിലുണ്ട് ഇല്ലേ? ആ സൂക്ഷ്മാണുക്കൾ ഇതെന്തോ ഒരു മൈക്രോ ഓർഗാനിസം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ സൂക്ഷ്മാണുക്കളാണ് കേട്ടോ, മൂലമാണ് ഈ പകർച്ചവ്യാധികൾ നമുക്ക് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ എന്താ പനിയുള്ളവരെ എടുത്തു നിന്നൊക്കെ മാറിയിരിക്കണമെന്ന് പറയുന്നില്ലേ, ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. വി കനോട്ട് സീ ദം വിത്ത് അവർ നേക്കഡ് ഐസ്. നമ്മുടെ കണ്ണുകൊണ്ട്, നേക്കഡ് ഐസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് ചെറിയ ദേ ആർ കാൾഡ് പാത്തോജൻസ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ മൂലമാണ് ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. അതിനാലാണ് ഇതിനെ എന്ത് പറയുന്നത്, പാത്തോജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? 7 എണ്ണം. അടുത്ത 8ാമത്തെ യൂസ്ഫുൾ ബാക്ടീരിയ. ഇനി ചില ബാക്ടീരിയ കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട് അല്ലേ? ഏതൊക്കെയാ? ഈ ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൺ ബാക്ടീരിയ. ദോശമാവ് ചില ബാക്ടീരിയകളാണ് രാവിലെ പുളിപ്പിക്കുന്നത്. നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആയിരിക്കുമ്പോൾ കണ്ടില്ലേ ദോശമാവ് കറക്റ്റ് പൊങ്ങി നല്ല ഇതായിട്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ദോശ ബാറ്റർ കേട്ടോ. ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൺ ബാക്ടീരിയ. ദോശമാവ് ചില ബാക്ടീരിയകളാണ് പുളിക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കത്തില്ലേ കുഞ്ഞുങ്ങളെ, യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിങ്, ബ്രെഡ് നിർമ്മാണത്തിനും. അതുപോലെ നമ്മുടെ വയറ്റിനകത്തിൽ ഇഷ്ടംപോലെ ബാക്ടീരിയകളുണ്ട്. ഡൈജഷൻ ഓഫ് ഫുഡ്, ഭക്ഷണം ദഹിപ്പിക്കുന്നതും ഒക്കെ ആരാ? ബാക്ടീരിയകളാണ് കേട്ടോ. ഇതൊക്കെ ഏതെങ്കിലും ഒരു 2 യൂസ്ഫുൾ ബാക്ടീരിയ കൊണ്ടുള്ള 2 ഉപയോഗം എന്തെല്ലാമാണ്? ഉപദ്രവം മാത്രമല്ല, ഇതുകൊണ്ട് ഉപയോഗവും ഉണ്ടെന്ന് കേട്ടോ നിങ്ങൾ. അടുത്ത് നോക്കിക്കേ, ഹൗ ഡിസീസ് സ്പ്രെഡ്. രോഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ പടരുന്നത്? എങ്ങനെയാണ് രോഗങ്ങൾ എങ്ങനെയാണ് പടരുന്നത്? ഡിസീസസ് ആർ സ്പ്രെഡിങ് ത്രൂ എയർ, വാട്ടർ, ഫുഡ്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, പിന്നെന്താ ബേർഡ്സ് ആൻഡ് ത്രൂ സർട്ടൺ ആനിമൽസ്. എന്തോ ഞങ്ങളെ അതായത് വായുവിലൂടെയും വെള്ളം, ഈച്ച, കൊതുക്, പക്ഷികൾ എന്നിവയിലൂടെയും ചില മൃഗങ്ങളിലൂടെയും നമുക്ക് രോഗങ്ങൾ പടരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങളെ? ഡിസീസസ് ആർ സ്പ്രെഡിങ് ത്രൂ, ഏതിലൊക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്? വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഈച്ചയിലൂടെയും കേട്ടോ, പിന്നെ പക്ഷികളിലൂടെ, ചില മൃഗങ്ങളിലൂടെയൊക്കെ നമുക്ക് രോഗങ്ങൾ കിട്ടുന്നുണ്ടെന്ന്. ഓക്കെ ആണോ നിങ്ങൾ? ഇതെങ്ങനെയാണ് രോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് പടരുന്നതെന്ന് അതൊക്കെയാണോ? 9 എണ്ണം. അത് 10ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ, ടു അവോയ്ഡ് സ്പ്രെഡിങ് ഡിസീസ്. രോഗങ്ങൾ പടരാതിരിക്കാൻ നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത്? എങ്ങനെയായിരുന്നു നോക്കിക്കേ? വിയർ മാസ്ക് ധരിക്കുക, മെയിൻറ്റെയിൻ ക്ലീൻനെസ്, ശുചിത്വം പാലിക്കുക കേട്ടോ. പിന്നെ കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹിക അകലം പാലിക്കുക, റിസീവ് അവൈലബിൾ വാക്സിന്, ലഭ്യമായ വാക്സിനുകൾ എടുക്കുക, അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്, ഏത് രോഗിയാണോ അവരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഇതിലൊരു 5 എണ്ണമുണ്ട്. 5 എണ്ണവും കറക്റ്റായിട്ട് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് എങ്ങനെയാണ് അവോയ്ഡ്, രോഗങ്ങൾ പടരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് നിങ്ങൾ കോവിഡ് അങ്ങ് ഓർത്താൽ മതി കേട്ടോ. കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? മാസ്ക് ഇട്ടു, ഒരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കത്തില്ല, പിന്നെ നമ്മൾ വാക്സിനുകൾ പോയി എടുത്തായിരുന്നു അല്ലേ, അകലം പാലിച്ചല്ലേ നമ്മൾ നിന്നത്. അതൊക്കെ അങ്ങ് എഴുതി വെക്കണം. 5 എണ്ണം എഴുതാൻ അറിയണം. എഴുതുന്ന നോക്കും കുഞ്ഞുങ്ങളെ, ഓർഡർ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. മെയിൻറ്റെയിൻ ക്ലീൻ ലൈനസ് എന്നാണ് കേട്ടോ, ക്ലീൻ ലൈനസ്, വിയർ മാസ്ക്, കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസ്, റിസീവ് അവൈലബിൾ വാക്സിൻസ്, അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്. മലയാളം നോക്കും കുഞ്ഞുങ്ങളെ, എല്ലാം അതിൻ്റെതായ നേരെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ശുചിത്വം എന്ന് വെച്ചാൽ വീറും വൃത്തി വേണം, പിന്നെ മാസ്ക് ധരിക്കണം, പിന്നെ സാമൂഹിക അകലം പാലിക്കണം, വാക്സിനുകൾ കറക്റ്റായിട്ട് എടുക്കണം. നിങ്ങൾ എടുത്തില്ലേ അല്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എടുക്കണ്ടായിരുന്നല്ലേ? പക്ഷെ ഞങ്ങളൊക്കെ 2, 3 ഒക്കെ എടുത്തത് കേട്ടോ. അതിൻ്റെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ? ലഭ്യമായ വാക്സിനുകൾ എടുക്കുക, പിന്നെ രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. അപ്പോൾ 10 ക്വസ്റ്റ്യനാവും ഞങ്ങൾ ഇതിനകത്ത് തന്നിരിക്കുന്നത്. ആദ്യമേ ഞാൻ 10 ക്വസ്റ്റ്യൻ തരുക. നിങ്ങളിത് മനസ്സിലാവുന്നുണ്ട്, നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കി നോട്ടിടാം കേട്ടോ. നല്ലപോലെ മനസ്സിലായി, അതുപോലെ ഞാൻ പറയുന്നത് ദൃഢമായിട്ടാണോ പറയുന്നത്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, എന്ത് കമൻറ്റ് വേണ്ടോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് തന്നെ പറയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ടോ നിങ്ങളെ, അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.